ഹായ്. സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ അല്ല ഞാനിത് ചെയ്യാൻ പോണത്. ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒന്നും ഇല്ലാത്തത് കൊണ്ട് വരുന്ന ന്യൂസുകളോ വാർത്തകളോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മൊബൈലിൽ വരുന്ന കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഇന്നലെ രാത്രി കൊണ്ടൊക്കെയാണ് ഇത്രയും കാഠിന്യമേറിയ ഒരു ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ മരിക്കുന്നുണ്ട് മരിച്ചെന്നും ഉള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര മരണപ്പെട്ട് ഇത്രയും ഭയങ്കര ഒരു ദുരന്തമാണെന്ന് ഞാൻ അറിയുന്നത് കുറച്ച് ഇന്നലെ കൊണ്ടാണ് ഞാൻ അറിയണത്. അപ്പോൾ ഒത്തിരി വിഷമം തോന്നി ആ വീഡിയോ കണ്ടിട്ട് എനിക്ക്. കാരണം കുഞ്ഞു പിള്ളേർ കുഞ്ഞു പൊടി കുഞ്ഞുങ്ങൾ മുതൽ അനാഥമായിട്ട് പോയിട്ടുണ്ട് ആ ഒരു ദുരന്തത്തിൽ. പിന്നെ ഒത്തിരി അമ്മമാർ, അച്ഛന്മാർ, കൂടപ്പിറപ്പങ്ങൾ, കുടുംബം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ഒരു ജന്മത്തിൽ പണിയെടുത്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകൾ മൊത്തം നഷ്ടപ്പെട്ടുകൊണ്ടും, പിന്നെ ഏറ്റവും കൂടുതൽ മുതലിനേക്കാളും കൂടുതൽ നമ്മുടെ ജീവനാണല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ 10 പേരുള്ളതിലോ അല്ലെങ്കിൽ 8 പേരുള്ളതിലൊക്കെ 1-2 പേര് രക്ഷപ്പെട്ടു. ബാക്കി മൊത്തം കംപ്ലീറ്റ് ജനങ്ങളും മരിച്ചു പോകുന്നൊരു സാഹചര്യത്തിലോട്ടാണ് വയനാട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒത്തിരി വേദന. ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അമ്മ കിടന്ന് കരയുന്നത്, എൻ്റെ മക്കളെ കാണാനില്ല, എൻ്റെ ചേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ കരയുന്ന മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് താങ്ങാൻ്റെ അപ്പുറം വേദനയും വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പൊടിക്കുഞ്ഞുണ്ട്, അത് കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അമ്മ പോയി, അതിൻ്റെ കുടുംബം മൊത്തം ഒലിച്ചു പോയി. പക്ഷെ ആ കുഞ്ഞ് മാത്രം എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷെ അത് അനാഥമായിട്ടാണ് ഈ ലോകത്തിലോട്ട് ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഒത്തിരി കേൾക്കുന്നതും കാണുന്ന ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരാൾ മെസ്സേജ് ഇട്ടേക്കുന്ന കണ്ടു, മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണമെങ്കിൽ എൻ്റെ ഭാര്യ സമ്മതമാണെന്നുള്ള രീതിയിൽ മെസ്സേജ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും ആ കൂട്ടത്തിലൊരാളാണ്. എൻ്റെ കുഞ്ഞ് പാല് കുടിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ, എൻ്റെ തൊട്ടടുത്തുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമായിരുന്നെങ്കിൽ അത് ഞാനും ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി മുലപ്പാൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് അത്രയും സങ്കടവും മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ എനിക്ക് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും സഹായിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എങ്കിലും എൻ്റെ സാമ്പത്തികത്തിൽ എനിക്കുള്ളതുപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നൗഷാദ്ഖാനെ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു DYFIയുടെ ഒരു പ്രവർത്തകർ ഇങ്ങനെ ഞായറാഴ്ചത്തേന് ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ എങ്കിൽ അത് കൊടുക്കുക, നമ്മൾ കൊണ്ട് ഏൽപ്പിക്കുന്നതായിരിക്കും എന്നെനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പം നിങ്ങൾ കാണുമ്പോൾ സുധി ഇത് കൊടുക്കാനാണ് പോയത്. പക്ഷെ എനിക്ക് പറ്റണത് പോലെ, എൻ്റെ കൈ കൊക്കിൽ ഒതുങ്ങുന്ന പോലെ എന്തെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോകാൻ പോവുകയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം. പിന്നെ നിങ്ങൾ ഓർക്കുമായിരിക്കും സുധി കൊടുക്കുന്നുണ്ട്, കൊടുത്താൽ പോലെ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പം ഞാൻ കൊടുത്ത സാധനം സേഫായിട്ട് അവരുടെ കയ്യിലെത്തി എന്നൊരു ഇതെനിക്ക് വേണമായിരുന്നു. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ചന്ദ്രൂർ, അരൂർ, എരമല്ലൂർ ഏരിയയിൽ ആർക്കെങ്കിലും ഇതുപോലെ അവർക്ക് കൊടുക്കാനായിട്ട് സന്മനസ്സുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിലാൽ, നമ്മുടെ നൗഷാദ് കുന്നേലിനെ സമീപിക്കുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അവർ ഞായറാഴ്ച പോകുന്ന വണ്ടിയിൽ അത് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ഒന്നും വലിച്ചു നീട്ടി പറയാനില്ല. കാരണം ഒരു വയനാട് ജില്ലയിൽ ഏറ്റവും ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി അനുസ്മരിക്കുക. ഞാൻ കരങ്ങൾ നമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയവരുടെ ഓർത്ത് വേദന ഉണ്ടാകാതെ അവർക്കൊരു മനക്കരുത്ത് കൊടുക്കണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും അനാഥമായിട്ട് വളരുന്നൊരു വേദന എന്നാണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞുങ്ങൾ അനാഥമായിട്ട് വളരുകയും പട്ടിണിയായിട്ട് ജീവിക്കുകയും ഒരു വീടില്ലാതെ വെള്ളത്തിൽ ജീവിക്കുന്നതിൻ്റെ വിഷമം എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.
തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ജില്ലയാണ് സ്പോട്ടിൽ ഞാൻ അവിടെ ചെന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റണ പോലെയല്ല ഞാൻ അതിനും കൊടുത്ത് സഹായിക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ അവിടെ ഞായറാഴ്ച വണ്ടി പോകുന്നുണ്ട്, അതിൽ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മദീന വരെ ഒന്ന് പോവുകയാണ്, കുറച്ച് സാധനം പർച്ചേസ് ചെയ്യണം, അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഇപ്പോൾ അത്യാവശ്യമായിട്ട് അവിടെ വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ്, വിസ്പർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഫുഡ് വേസ്റ്റായി പോകാത്ത ഫുഡുകൾ, ബ്രഷ്, കുളിക്ക സോപ്പ്, ബ്രഷ്, കപ്പ്, അങ്ങനെ പല ചീത്തയായി പോകാത്ത, നഷ്ടം വന്നു പോകാത്ത രീതിയിലുള്ള ഡ്രസ്സ്, ഒരു ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകാതെ ആയിരിക്കും ഇപ്പോൾ അവരവിടെ നിൽക്കണത്. കാരണം അവരുടെ കയ്യിലുണ്ടാകുന്ന മൊത്തം പോയാണ് അവരവിടെ നിൽക്കണത്. അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ പറ്റുന്ന ഒരു സഹായം ഞാൻ ഇവരുടെ കൈമാറുകയാണ്. കാരണം ഇനി ഇത് കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുക. ഇവരെ ഞായറാഴ്ച ഇതെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ഇത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഓർത്ത് ഒത്തിരി വിഷമമുണ്ട്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു നിലയിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇപ്പോൾ വന്ന പൈസയിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊന്നും ചെയ്യാതെ എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ എന്തെങ്കിലും വന്നതിന് കുറച്ച് ബാക്കിയിരുന്നതിന് നടത്തി എനിക്ക് ഇനിയും ചെയ്യണം എന്നുണ്ട്. കാരണം ഓരോ കുഞ്ഞുങ്ങളുടെ കണ്ണീര്, ഓരോ അച്ഛനമ്മമാരുടെ കണ്ണീര്, അതെന്നെ എനിക്ക് അറിയില്ല. കാരണം ഞാൻ ആ അവസ്ഥയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു വിഷമം. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വേണം നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ. കാരണം അവരെല്ലാവരും നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, കൂടപ്പിറപ്പുകളാണ്, കുഞ്ഞുങ്ങളാണ്, നമ്മുടെ മക്കളാണെന്നുള്ള ചിന്തയിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം കേരളം മൊത്തം ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും ഇനിയും എല്ലാവരും ഒന്നും കൂടി ചേർത്ത് അവരെ പിടിക്കുക. ഇനിയിപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടത് കുറച്ച് പാമ്പേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിന്നാനുള്ള സാധനങ്ങളല്ല അവർക്ക് വേണ്ടത്. നഷ്ടപ്പെട്ട് അവർ കയ്യിൽ നിന്ന് ഒരു ജന്മം പണിയെടുത്ത കംപ്ലീറ്റ് സാധനമാണ് പോയിരിക്കുന്നത്. അവർക്ക് ഇനി വേണ്ടത് ഒരു കിടപ്പാടാണ്, കയറി കിടക്കുന്ന കിടപ്പാട് സ്ഥലം. ഇനി നമ്മളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ കിട്ടും. അവരെ നോർമൽ ഒരു ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളിയാകുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ജീവിതത്തിലൂടെ മടക്കിക്കൊണ്ട് വരണം. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഇനി മുന്നോട്ട് പറഞ്ഞൊരു ഇതാകണ്ടല്ലോ, എനിക്കങ്ങ് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ചിരിച്ച് കളിച്ച് തമാശിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. വളരെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ, വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ എന്തായിരിക്കും ആ അവസ്ഥ എന്നുള്ള ഫീലിങ്സാണ് നമുക്ക് കൂടുതലുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഓർത്ത് പിടിക്കുക, ചേർത്ത് പിടിക്കുക അവരെ. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട്. ഇനി എൻ്റെ ചാനലായാലും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.